യേശുക്രിസ്തു സ്നാനം ചെയ്യുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇനി ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 41-ാമത്തെ വചനം പരിശോധിക്കും. അവിടെ നമുക്ക് കാണാം, മറിയയുടെ വന്ദനം എലിശബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭാശയത്തിൽ തുള്ളി, എലിശബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എന്നാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, യേശുവിൻ്റെ മുമ്പും യേശുക്രിസ്തു ഇസ്രായേൽ ജനതയോടൊപ്പം ഉണ്ടായിരുന്ന കാലത്തും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു പറഞ്ഞ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കുമെന്ന് പറയുന്നത് ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അല്ല എന്നുള്ളത് 100% വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ആരായിരിക്കും ആ കാര്യസ്ഥൻ? ആരായിരിക്കും ആ കംഫർട്ടർ? ചരിത്രം പരിശോധിച്ചാൽ അതിനുള്ള ഏക ഉത്തരമായി നമുക്ക് കണ്ടെത്താൻ സാധിക്കുക അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രമാണ്. കാരണം യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 16-ാം അധ്യായത്തിലെ 6 മുതൽ 15 വരെയുള്ള വചനങ്ങൾ പരിശോധിച്ചാൽ അതിൽ യേശു പ്രവചിച്ച ആ വിശേഷണങ്ങൾ മുഴുവൻ യഥാർത്ഥ രൂപത്തിൽ യോജിക്കുന്നത് അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ്. അതുകൊണ്ട് ആ പ്രവാചകനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അടുത്തറിയാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.